യാതൊരു മാനുഷിക മൂല്യങ്ങളും ഇല്ലാത്തവരായി ചില ഡോക്ടർമാർ മാറുന്നു എന്നത് ഏറെ സങ്കടകരമായ കാര്യമാണ്. തങ്ങൾക്ക് ശമ്പളം വേണം, തങ്ങളുടെ ശമ്പളം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവുമായി ഡോക്ടർമാർ രംഗത്തെത്തുന്നു. ഡോക്ടർമാരുടെ സമരത്തിൽ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകൾ താറുമാറായിരിക്കുകയാണ്. ശസ്ത്രക്രിയകളും ഒപിയും മുടങ്ങിയതോടെ രോഗികൾ വലഞ്ഞു. സർക്കാർ പ്രഖ്യാപിച്ച ഡയസ്നോൺ നിലവിൽ വന്നെങ്കിലും ഹാജർ രേഖകളടക്കം വകുപ്പ് മേധാവികൾ കൈമാറിയിട്ടില്ല. സർക്കാർ നിലപാട് മാറ്റിയില്ലെങ്കിൽ സമരം കൂടുതൽ കടുപ്പിക്കാനാണ് KGMCTയുടെ നിലപാട്. ശമ്പള പരിഷ്കരണ കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് കഴിഞ്ഞ 5 ദിവസമായി ഡോക്ടർമാർ സമരത്തിലാണ്. വിവരങ്ങളുമായി സാരംഗ് സുധാകരൻ ചേരുന്നു. സാരംഗ്, ഈ സാധാരണക്കാരായ പാവപ്പെട്ട രോഗികളെ ദുരിതത്തിലാക്കുന്ന രീതിയിലാണ് ഡോക്ടർമാരുടെ സമരം. സർക്കാരിനെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിൽ ഡയസ്നോൺ പ്രഖ്യാപിച്ചിട്ടും അതിനെയൊക്കെ ധിക്കരിച്ചുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് സമരം തുടരുന്നു. എന്താണ് സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളുടെ ഇപ്പോഴത്തെ സാഹചര്യം? വലിയ രീതിയിൽ രോഗികൾ വലയുന്നൊരു സാഹചര്യമുണ്ടോ? 2 ദിവസമായി ഇപ്പോൾ അടിയന്തര ശസ്ത്രക്രിയകൾ ഒഴികെയുള്ള മറ്റെല്ലാ ശസ്ത്രക്രിയകളും അതുപോലെയുള്ള ചികിത്സകളെല്ലാം മാറ്റിവെച്ചൊരു സാഹചര്യമാണ് കേരളത്തിലുടനീളമുള്ള മെഡിക്കൽ കോളേജുകളിൽ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത്. അതിനൊപ്പം തന്നെ OP ബഹിഷ്കരണവും കുറച്ച് ദിവസമായി ആരംഭിച്ചിട്ടുണ്ട്. ഇതൊരു റിലേ സമരമായി, അതായത് കഴിഞ്ഞ നവംബറിൽ ആരംഭിച്ച സമരത്തിന്റെ പല ഘട്ടങ്ങളിലാണ് തുടർന്ന പല ചർച്ചകളും ഇത്തരത്തിൽ അലസിത്തിരിഞ്ഞതോടുകൂടിയാണ് കൂടുതൽ ശക്തിയോടുകൂടി ഈ ഒരു സമരവുമായി മുന്നോട്ട് പോകാൻ KGMCTയെ തീരുമാനിക്കുന്നത്. നിലവിൽ കാരണം നമുക്ക് കേരളത്തിലൊരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം, ഒരുപാട് മാസങ്ങൾക്ക് മുൻപ് തന്നെ ഡേറ്റ് നൽകിയാണ് ശസ്ത്രക്രിയകളും മറ്റും നടത്തുന്നത്. അതുകൊണ്ട് തന്നെ രോഗികൾ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് നേരിടുന്നു എന്ന കാര്യം തീർച്ചയാണ്. കാരണം ഈ ഒരു ഡേറ്റ് കിട്ടി ആ ദിവസം ആശുപത്രിയിലേക്ക് എത്തുമ്പോൾ ഡോക്ടർമാരുടെ സമരം മൂലം തിരിച്ചു പോകേണ്ട ഒരു സാഹചര്യം വരുന്നു. അത് മാത്രമല്ല, പിന്നീട് എപ്പോൾ ഈ ഒരു ചികിത്സ നടത്താൻ കഴിയും, അല്ലെങ്കിൽ ഈ ശസ്ത്രക്രിയ നടത്താൻ കഴിയും എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു മെഡിക്കൽ കോളേജിലെ കാര്യങ്ങൾ വളരെ രീതിയിൽ മോശമായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം 2 ദിവസം എന്ന് പറയുമ്പോൾ തന്നെ ഓരോ വിഭാഗത്തിലും നിരവധി പ്രൊസീജിയറുകൾ, കേസുകൾ ഇത്തരത്തിൽ ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ നടക്കാതെ പോകുന്നു. മാത്രമല്ല, ഈ ഒരു അടിയന്തര ചികിത്സകൾ മാത്രമാണ് നൽകുന്നത്. അതിനപ്പുറത്തേക്ക് ഉള്ള OP ചികിത്സകൾ അടക്കം, OP കൺസൾട്ടേഷൻ അടക്കം നൽകുന്നത് ഇപ്പോൾ PG ഡോക്ടേഴ്സ് ആണ്. PG ഡോക്ടേഴ്സും കഴിഞ്ഞ ദിവസം സമരത്തിലായിരുന്നു. കാരണം ഇന്നു മുതൽ ആരംഭിക്കാനായിരുന്നു അവർ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. പിന്നീട് ആരോഗ്യവകുപ്പുമായിട്ടുള്ള ചർച്ചയ്ക്ക് തുടർന്ന് ഒരു സമവായത്തിലേക്ക് എത്തുകയായിരുന്നു. പക്ഷെ ഇപ്പോഴും ഈ ഒരു KGMCTയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ അതിൽ തീരുമാനമായിട്ടില്ല. സർക്കാർ ഒരു കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട കേസ് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നിലപാട് മാറ്റാൻ കഴിയില്ല എന്നായിരുന്നു സർക്കാർ അറിയിച്ചത്. പക്ഷെ അത്തരം കാര്യങ്ങളിലേക്കൊന്നും ചർച്ചകൾ കടന്നില്ല. അതായത് ഇതിൽ ഒരു സമവായത്തിലേക്ക് എത്താൻ ഇവർ തയ്യാറാകുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശമ്പള പരിഷ്കരണ കുടിശ്ശിക 2016 മുതലുള്ള ശമ്പള പരിഷ്കരണ കുടിശ്ശികയും ഒപ്പം മറ്റ് ബുദ്ധിമുട്ടുകൾ, അതായത് പുതിയ തസ്തികകൾ സൃഷ്ടിക്കുക, ഒരു പുനർവിന്യാസനം അവസാനിപ്പിച്ചതിന് പകരം പുതിയ തസ്തികകൾ സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് പുതിയ സർക്കാർ നീക്കങ്ങൾ വേണം. ഒപ്പം തന്നെ പെൻഷൻ തുകയിലെ സീലിംഗ് സമ്പ്രദായം മാറ്റണം. അതിൽ നീക്കി സാധാരണ രീതിയിൽ മറ്റ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന പോലെയുള്ള പെൻഷൻ സൗകര്യങ്ങൾ, പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കണം എന്നടക്കമുള്ള വലിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ സമരത്തിലുള്ളത്. അത് സർക്കാർ പലതവണ ഈ ചർച്ച നടത്തി KGMCTയും മറ്റ് ഭാരവാഹികളുമായി ചർച്ചകൾ നടത്തിയെങ്കിലും അതെല്ലാം അലസിപ്പിരിക്കുകയായിരുന്നു. ഇപ്പോഴും അവർ ഈ ഒരു ആവശ്യവും മുന്നോട്ട് വെച്ചുകൊണ്ട് കൂടുതൽ സമരം ശക്തമാക്കാനുള്ള നിലപാടാണ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതിനൊപ്പം തന്നെ ഇനിയും സർക്കാർ നിലപാട് മാറ്റിയില്ല എങ്കിൽ മെഡിക്കൽ വിദ്യാഭ്യാസത്തിനെ ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. ഫെബ്രുവരി 26 മുതൽ കൂടുതൽ ഈ ഒരു ഡോക്ടേഴ്സിന്റെ പരീക്ഷയും മറ്റുമായി അത്തരം കാര്യങ്ങളിലൊന്നും സഹകരണം ഉണ്ടാകില്ല, അത്തരം ജോലികളിൽ നിന്നും വിട്ടുനിൽക്കുമെന്ന് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ഭാഗത്ത് ഇത്തരത്തിലുള്ള ചികിത്സകളും മറ്റൊരു ഭാഗത്ത് ആരോഗ്യ വിദ്യാഭ്യാസവും മുടങ്ങുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. അതിൽ സർക്കാർ ഇടപെടൽ വളരെ നിർണായകമാണ്. കാരണം രോഗികൾ ഈ ഒരു ബുദ്ധിമുട്ടിൽ ഒരു ഭാഗത്ത് ടോം സൂചിപ്പിച്ച പോലെ തന്നെ വലിയ രീതിയിലുള്ള ചികിത്സാ പിഴവുകളും ഇത്തരത്തിലുള്ള എല്ലാ ദിവസവും ഓരോ ജില്ലാ ആശുപത്രി അല്ലെങ്കിൽ ആ മെഡിക്കൽ കോളേജുകളിൽ നിന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്ന സമയത്ത് തന്നെയാണ് ഡോക്ടർമാരുടെ ഈ സമരവും നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പ് ഒരു ഇത്തരത്തിലൊരു വലിയൊരു പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെടാനുള്ളൊരു നീക്കം നമുക്കറിയാം. ചർച്ചകൾ അടക്കം ഡയസ്നോൺ അടക്കം നടത്തിയെങ്കിലും അത് പ്രഖ്യാപിച്ചെങ്കിലും പക്ഷെ അതിൽ ഈ ഒരു സമരത്തെ നിയന്ത്രിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. വകുപ്പ് മേധാവികളടക്കം ഇതിൽ അറ്റൻഡൻസ് വിവരങ്ങൾ നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ സർക്കാർ ഇപ്പോൾ ചർച്ചകൾക്ക് മുതിരുന്നില്ല. ഇന്ന് എന്തായാലും ചർച്ചകളുടെ ഭാഗങ്ങളൊന്നും KGMCTയുമായി നടത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തു തന്നെയായാലും സംസ്ഥാന സർക്കാരിന്റെയും ഈ ഡോക്ടർമാരുടെയും ഇടയിൽ വലയുന്നത് രോഗികൾ തന്നെയാണ് കേട്ടോ.
തീർച്ചയായും അതാണ്. കാരണം ഇതൊരു ആദ്യ സംഭവമല്ല. ഇതിനു മുൻപും സംസ്ഥാനത്ത് ഡോക്ടർമാർ സമരം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് രോഗികളുടെ, സാധാരണക്കാരായ പാവപ്പെട്ട രോഗികളുടെ ജീവൻ പണയം വെച്ചുകൊണ്ടാണ്. അത് വെച്ചുകൊണ്ടാണ് അവർ വിലപേശുന്നത്. സ്വാഭാവികമായും ഇത്തവണയും അത് തന്നെയല്ലേ നടക്കുന്നു. ഈ രോഗികളെ വെച്ചുകൊണ്ട് അവർ വിലപേശൽ നടത്തുന്നു. സർക്കാരിന് ഇവരുടെ മുന്നിൽ കീഴടങ്ങേണ്ടി വരുമോ, അതോ ശക്തമായ നടപടികളിലേക്ക് നീങ്ങുമോ? ഇത്തരത്തിലുള്ള വലിയ അച്ചടക്ക നടപടിയിലേക്ക് കടന്നാൽ അത് സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമാവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഡോക്ടർമാരുടെ കൂടുതൽ കടുത്ത നടപടിയിലേക്ക് കടക്കാൻ ഒരു സാധ്യതയില്ല. അതിന് പകരം ഇവർ മുന്നോട്ട് വെക്കുന്ന ചില കാര്യങ്ങളെങ്കിലും അംഗീകരിച്ചു നൽകുക, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ചർച്ചകൾ നടത്തുക എന്നായിരിക്കും ഇപ്പോൾ സർക്കാരിന്റെ നിലപാട്. കാരണം ഇപ്പോൾ ഒരു പ്രതിച്ഛായ നഷ്ടപ്പെട്ട ഒരു വകുപ്പായി ആരോഗ്യവകുപ്പ് മാറിയിട്ടുണ്ട് എന്ന കാര്യം തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമ്മർദ്ദത്തിൽ നിന്നും വകുപ്പിനെ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തുക, മാത്രമല്ല ഈ സമരം അവസാനിപ്പിച്ചുകൊണ്ട് പ്രവർത്തനക്ഷമമാക്കുക, ഈ മെഡിക്കൽ കോളേജ് അടക്കമുള്ള ഭാഗങ്ങളിൽ നിന്നടക്കം ആ കാര്യങ്ങളടക്കം മുന്നോട്ട് വെച്ചാണ് ഇപ്പോൾ സർക്കാർ മുന്നോട്ട് നീങ്ങുന്നത്. അല്ലാത്ത പക്ഷം ഈ ഒരു കൂടുതൽ ശക്തമായ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാൽ വീണ്ടും വലയുന്നത് ജനങ്ങളാണ്. പിന്നീട് ഈ ഒരു ചികിത്സ ലഭിക്കാതെ അടക്കം മറ്റ് മരണങ്ങളോ മറ്റോ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഡോക്ടർമാർക്കെതിരെയും ഒപ്പം സർക്കാരിനെതിരെയും ജനങ്ങൾ തിരിയാനുള്ളൊരു സാധ്യതയുണ്ട്. അത് കൂടുതൽ സംഘർഷങ്ങളിലേക്ക് അടക്കം കടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സമവായ ചർച്ചയ്ക്ക് നിലവിൽ വ്യക്തമാണ്. സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകൾ ഇപ്പോഴത്തെ സാഹചര്യം താറുമാറായ രീതിയിലാണ് ഡോക്ടർമാരുടെ സമരം നടക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.